അതേസമയം പ്രകോപനം തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാതെ വയ്യ. കാരണം സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് 100% താരിഫ് ചുമത്തും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ അടുത്തിടെ വരികയുണ്ടായി. അമേരിക്കയിൽ ഉൽപാദനം നടത്താത്ത സെമി കണ്ടക്ടർ നിർമ്മാതാക്കൾക്കായിരിക്കും ഇത്തരത്തിൽ താരിഫ് ചുമത്തുക. അടുത്ത ആഴ്ചയോടെ ഈ താരിഫ് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിലേക്ക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വൻ ആഘാതം സൃഷ്ടിക്കുന്ന നടപടി കൂടിയാണ് ട്രംപിൻ്റേത്. ഐസൻ ജോസ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഐസൻ, മനു, 100% അധിക താരിഫ് ഈ സെമി കണ്ടക്ടർ മേഖലയ്ക്ക് ഏർപ്പെടുത്തുക എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയ ഒരു സൂചന എന്ന് പറയുന്നത് അവിടെ അമേരിക്കയിൽ ഉൽപാദനം നടത്താത്ത സെമി കണ്ടക്ടർ കമ്പനികൾക്കെല്ലാം തന്നെ വൻതോതിൽ അധിക താരിഫ് ചുമത്താനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയിൽ ഏതെങ്കിലും സ്ഥാപനം അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുകയോ അല്ലെങ്കിൽ അമേരിക്കയിൽ ഉൽപാദനം നടത്തുകയോ ഉൽപാദനം നടത്താനുള്ള അനുകൂല നിലപാടുകൾ സ്വീകരിച്ച് നടപടികൾ ആരംഭിക്കുകയോ ചെയ്താൽ അവർക്ക് ഈ അധിക താരിഫ് ചുമത്തുന്നത് ബാധകമായിരിക്കില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. തീർച്ചയായും ഇലക്ട്രോണിക് വ്യാപാര രംഗത്തെ ഒരു ശക്തിയാകാനുള്ള ഒരു അല്ലെങ്കിൽ ഉത്പാദന രംഗത്തെ ഒരു ശക്തിയാകാനുള്ള നീക്കം ലോകത്തെ എല്ലാ രാജ്യങ്ങളും നടത്തുന്നു. ഭാവിയിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തെ കൃത്യമായും ലക്ഷ്യം വെച്ചുള്ള രാജ്യങ്ങളുടെ നീക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നിലപാട് കൂടിയാണത്. അതേസമയം ട്രംപ് ഉദ്ദേശിക്കുന്നത് ട്രംപിന്റെ ആഭ്യന്തര ഉത്പാദനം അവിടെ അമേരിക്കയിൽ ഉയർത്തുക എന്ന ലക്ഷ്യം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അധിക താരിഫ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച്, അതായത് ഇലക്ട്രോണിക് ഗുഡ്സിനും അതുപോലെ തന്നെ ഇന്നലെ ഉൾപ്പെടുത്തിയ പല നികുതികളിലും ഇലക്ട്രോണിക് ഗുഡ്സ് ഉൾപ്പെടുന്നുണ്ടെങ്കിലും സെമി കണ്ടക്ടർ അധിഷ്ഠിത വ്യവസായത്തിന്റെ നികുതി അധിക താരിഫ് ഉയർത്തുന്നത് അമേരിക്കയിൽ ഉത്പാദനം നടത്താത്ത കമ്പനികൾക്ക് 100% എന്ന താരിഫ് ഏർപ്പെടുത്തുന്നു എന്നതാണ്. ഇത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഭാവിയിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യവസായ സാധ്യതകളെ കൃത്യമായും പ്രയോജനപ്പെടുത്താനുള്ള ലോകരാഷ്ട്രത്തിന്റെ സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നീക്കമാണ് ഇതുവഴി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി.